ചേട്ടാ എനിക്ക് ഈ മുയലിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണല്ലോ ചേട്ടാ. അടുത്ത കളക്ഷനോടൊന്ന് കാണിക്കാമോ ചേട്ടാ? പിന്നെന്താടാ, കാണിച്ചു തരാലോ. എടാ ഒരു കാര്യം ചെയ്, നീ ഒരു പാട്ടൂടെ അങ്ങ് പാട്. പാട്ടോ? അത് പിന്നെ ഇനി ഏത് പാട്ട് പാടാനാ? ഏത് പാട്ടാ ഞാൻ പാടുവാ? ആ കിട്ടിപ്പോയി, പാടുവാണേ. അഴകേ ചങ്കുലക്കണ ചോദ്യം ഇതെന്തേ, തീയരിക്കണ രാതിയും എന്തേ, നമ്മൾ രണ്ടും രണ്ടായി എന്നാൽ രോഗം തീരില്ലേ, തീയൊരി കാവിലെത്തി വിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു കാലിയും കെട്ടി കയ്യിൽ കയ്യിൽ കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. തന്നാനേ നന്നാനേ തന്നാനേ തന്നാനേ നന്നാനേ നന്നാനേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ഹലോ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ആ ചോദിക്കടാ, എന്താടാ? ചേട്ടാ അത് പിന്നെ ചേട്ടൻ എന്താ ചേട്ടാ എന്നെ കിക്ക് ചെയ്ത് വിടാത്തെ? അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? സാധാരണ ഇങ്ങനെയൊന്നും അല്ല ചേട്ടാ, അതുകൊണ്ട് ചോദിച്ചതാ. ചേട്ടൻ മാത്രമുള്ള എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നേ, എന്ത് പറ്റി ചേട്ടാ? എടാ അത് പിന്നെ എനിക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല. ആരുടെ കൂടെ ആണെങ്കിലും ഞാൻ കളിക്കും. എടാ ഇപ്പോൾ നിന്നെ നൂബെന്ന് വിളിക്കുന്നവരെല്ലാരും ഒരു സമയത്ത് നൂബായിരുന്നു. അതുകൊണ്ട് നീ അതൊന്നും കാര്യമാക്കണ്ടടാ. ഇപ്പൊ നോക്കുവാണെങ്കിൽ തന്നെ, പണക്കാരെ നോക്കുവാണെങ്കിൽ തന്നെ, പണക്കാർക്ക് പാവങ്ങളെ കാണുമ്പോൾ പുച്ഛമല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ ഈ നൂബിനെ കാണുമ്പോഴും അത്യാവശ്യം കളിക്കുന്നവർക്ക് പുച്ഛം തന്നെയാ. അതിലൊന്നും കാര്യമില്ല. നീ മൈൻഡ് ചെയ്യണ്ട. നീ ഒരു 3 മാസത്തേക്ക് ഫ്രീ ഫയർ പ്രോപ്പറായിട്ട് കളിക്കാമെങ്കിൽ നിന്റെ കളി സെറ്റ് ആവടാ. പിന്നെ നിന്നെ നൂബേന്ന് വിളിക്കുന്നവരൊക്കെ പ്രോ എന്ന് വിളിക്കും. ഹോ, ഇത്രയും വലിയ മോട്ടിവേഷൻ ഒന്നും എനിക്ക് ഈ ജീവിതത്തിൽ ആരും തന്നിട്ടില്ല ചേട്ടാ. ചേട്ടാ ഞാൻ ഈ ഫ്രീ ഫയർ ഒക്കെ പണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഈ ഫ്രീ ഫയറിന്റെ വില എന്താണെന്ന് മനസ്സിലായില്ല. പിന്നീട് ഈ ഫ്രീ ഫയർ ഞാൻ 2 മാസം മുമ്പാ ഡൗൺലോഡ് ചെയ്യുന്നേ. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തേ. പക്ഷേ അവൻ എന്റെ കൂടെ കളിക്കത്ത് പോലും ഇല്ല. എടാ അതൊന്നും വിഷയമില്ല. ഫ്രണ്ട് കളിപ്പിക്കത്തില്ലേ, ഞാൻ നിന്നെ കളിപ്പിക്കാടാ. താങ്ക് യു ചേട്ടാ. ചേട്ടാ പിന്നെ ചേട്ടനിട്ടേക്കുന്ന ഈ കോസ്റ്റ്യൂം ഇല്ലേ, ഈ ചുമന്ന ഡ്രസ്, ഇത് എവിടുന്ന് കിട്ടിയതാ ചേട്ടാ? വല്ല ഗോൾഡ് റോയൽ വല്ല ആണോ? എടാ ഇത് ഗോൾഡ് റോയൽ ഒന്നും അല്ലടാ, ഇത് നല്ല ഡയമണ്ട് പൊട്ടിച്ച് ഞാൻ എടുത്തതാ. ഗോൾഡ് റോയലൊക്കെ ഇത്രയും നല്ല ബണ്ടിൽ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് ശരി, ഡയമണ്ട് പൊട്ടിച്ചെടുത്താണോ? ഈ ബണ്ടിലിനൊക്കെ ഇത്ര പ്രത്യേകത എന്താ? ഇത്ര വലിയ ഡയമണ്ട് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട്? ഇപ്പൊ ഗോൾഡ് റോയലിനകത്ത് കിടക്കുന്ന നല്ല ബണ്ടിലാണല്ലോ. ഈ ബണ്ടിലിനേക്കാളും എനിക്ക് അതാ ഇഷ്ടപ്പെട്ടെ. എടാ ഇപ്പൊ ഏതോ ഫീമെയിൽ ബണ്ടിലല്ലേടാ ഗോൾഡ് റോയലിനകത്ത്? ഫീമെയിൽ ബണ്ടിലാണോ? അയ്യോ, എന്നാ എനിക്ക് തെറ്റിപ്പോയതായിരിക്കും ചേട്ടാ. വേറെ ഏതോ റോയലിനകത്തൊക്കെ കണ്ട, ഏതോ റോയലിനകത്ത് നല്ല ബണ്ടിലൊക്കെ കിടപ്പുണ്ട്. എനിക്ക് ഇതിനേക്കാളും അതാ ഇഷ്ടപ്പെട്ടത് ചേട്ടാ. പിന്നെ ചേട്ടനിട്ടേക്ക് നീ ഒരു ബണ്ടിലിന്റെ ഒരു പച്ച കളർ ബണ്ടിലില്ലേ, അതുണ്ടോ ചേട്ടാ ചേട്ടന്റെ കയ്യില്? ഉണ്ടടാ, പക്ഷേ ഇതാണ് റെയർ. അതാണെങ്കിൽ അത്യാവശ്യം എല്ലാ പ്ലേസിന്റെയിലും അതുണ്ടടാ. ഇതങ്ങനെ അധികം പ്ലേസിന്റെയിലും ഒന്നും ഇല്ല. ആഹാ, അങ്ങനൊക്കെ ഉണ്ടായിരുന്നോ? എനിക്കതറിയില്ല. ചേട്ടനൊന്ന് ഇട്ട് കാണിക്കാമോ അത്? ആടാ പിന്നെന്താ, ഇട്ട് കാണിക്കാമല്ലോ. എവിടെ ഗ്രീൻ ക്രിമിനൽ എവിടെ? ആ ഓക്കെ സെറ്റ്. എടാ ഇതാണ് നമ്മുടെ ഗ്രീൻ ക്രിമിനൽ. എടാ ഇതിന്റെ കാര്യം തന്നെയല്ലേ നീ പറഞ്ഞേ? എന്റെ മോനെ, ഗ്രീൻ ക്രിമിനൽ വേറെ ലെവലാണല്ലോ ചേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗ്രീൻ ക്രിമിനൽ തന്നെയാ ചേട്ടാ. അടിപൊളി സാധനം. എടാ ഒരു പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഗ്രീൻ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഗെയിമില് ഗ്രീൻ ക്രിമിനലിനെക്കാളും റെയർ ആയിട്ട് നിൽക്കുന്നത് റെഡ് ക്രിമിനൽ തന്നെയാ. ആ എന്തുവാണേലും എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീനാ ചേട്ടാ. പിന്നെ ചേട്ടൻ്റെ വേറെ കളക്ഷൻസ് വല്ലതും ഉണ്ടോ ചേട്ടാ? എടാ ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ എടാ നിന്റെ ഹോബി എന്തൊക്കെയാ? ഈ ഗെയിം കളി മാത്രമേ ഉള്ളോ എപ്പോഴും? അല്ല ചേട്ടാ, ഞാൻ എപ്പോഴും ഗെയിം ഒന്നും കളിക്കത്തില്ല. ചില സമയങ്ങളില് ഞാൻ പടം വരയ്ക്കും. പിന്നെ ചില സമയങ്ങളിലാണെങ്കിൽ ഞാൻ പാട്ടും പാടും. അത് ശരി, നീ പാട്ടൊക്കെ പാടുവോ? എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നീയല്ലേ പറഞ്ഞ കളക്ഷൻസ് ഒക്കെ കാണണമെന്ന്. എന്നാ അടുത്ത കളക്ഷൻ കാണണമെങ്കിൽ നീ ഒരു നല്ലൊരു പാട്ടം കൊണ്ട് പാടിക്കേ. ചേട്ടാ അപ്പൊ ഞാൻ പാടാൻ പോവാണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. मुझे तू के तुझ में मैं क्या देखता हूँ, जब चारों तरफ आज किससे निशाने चारे, जाने न तू कुछ करे ना जाने क्यों, नजरों से मेरी यहाँ देखो ना कुछ को सरा, देखो ना जुल्फों से मेरी जुल्फों से मेरी चुक दे यार जारी मेरी. ചേട്ടാ ഇത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ ചേട്ടാ. മതിയോ ചേട്ടാ? എടാ മോനെ, നീ പൊളിയാണല്ലോ.
ഇത്രയും കഴിവുള്ളവനാന്ന് ഞാൻ അറിഞ്ഞില്ലടാ. എടാ നീ ഇത്രയും പാടിയതല്ലേ, നിനക്ക് എന്റെ അടുത്ത കളക്ഷൻ കാണണ്ടേ? പിന്നെന്താ, എനിക്ക് കാണണം ചേട്ടാ. ഇതാണോ? ഇതെന്ത് മുയലോ? ഇത് കൊള്ളാലോ. മുയല് കണ്ണിക്കൂടൊക്കെ ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടല്ലേ ചേട്ടാ. എനിക്ക് ഈ മുയലിനെ അങ്ങ് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണല്ലോ ചേട്ടാ. അടുത്ത കളക്ഷനോട് ഒന്ന് കാണിക്കാമോ ചേട്ടാ? പിന്നെന്താടാ, കാണിച്ചു തരാലോ. എടാ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പാട്ടുകൂടെ അങ്ങ് പാട്. പാട്ടോ? അത് പിന്നെ ഇനി ഏത് പാട്ട് പാടാനാ? ഏത് പാട്ടാ ഞാൻ പാടുവാ? കിട്ടിപ്പോയി, പാടുവാണേ. അഴകേ ചങ്കുലയ്ക്കണ ചോദ്യം ഇതെന്തേ, തീയരിക്കണ രാതിയും എന്തേ, നമ്മൾ രണ്ടും രണ്ടായി എന്നാൽ രോഗം തീരില്ലേ, തീയോതി കാവിലെത്തി വിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു പാലിയും കെട്ടി കയ്യിൽ കയ്യിൽ കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ. തന്നാനേ നന്നാനേ തന്നാനേ തന്നാനേ നന്നാനേ നന്നാനേ. ചേട്ടാ ഇത്രയും മതിയോ ചേട്ടാ? എടാ എന്റെ മോനെ, വിഷയം. ഇത്രയും നല്ല കഴിവൊക്കെ നിനക്ക് ഉണ്ടായിരുന്നോ? പിന്നല്ലാതെ, ഞാൻ ആരാ മോൻ? ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും നല്ല പാട്ടൊക്കെ ഞാൻ പാടി തന്നില്ലേ ചേട്ടാ? എന്നിട്ട് ചേട്ടൻ ഇതുവരെ എന്റെ ചാനൽ സബ് ചെയ്തില്ലല്ലോ. ഇപ്പൊ തന്നെ ചാനലൊന്ന് സബ് ചെയ്ത് വെക്ക്, എന്നാലല്ലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇത്രയും നല്ല പാട്ടൊക്കെ ഞാൻ പാടി തന്നല്ലേ, ഒന്ന് സബ് ചെയ്ത് വെക്ക്. എടാ ഞാൻ ഓൾറെഡി സബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് കൊടുക്ക് ചെറുക്കനെ. എന്ത് ചെയ്യാനാ ചേട്ടാ, കഴിവുള്ളവരെ ഒന്നും ആരും അംഗീകരിക്കത്തില്ലല്ലോ. കുഴപ്പമില്ല. ആടാ അത് ശരിയാ നീ പറഞ്ഞേ. എടാ പിന്നെ നിനക്ക് എന്റെ അടുത്ത കളക്ഷൻ കാണണോടാ? എങ്കിൽ നീ ഒരു പാട്ടൂടെ പാടണം. ആകെ ഒരു പാട്ടൂടെ പാടിയാ മതി, അടുത്ത കളക്ഷൻ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരും. ഇത് കൊള്ളാലോ. ഇനി പാട്ട് പാടണമെന്നോ? ചേട്ടാ ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ല, എങ്കിലും ഞാൻ ഒരു പാട്ടൂടെ പാടാം. ചേട്ടൻ പറഞ്ഞല്ലേ, ഒരു പാട്ടൂടെ അങ്ങ് പാടിയേക്കാം അല്ലേ? കടലുറുപ്പ് ശബ്ദം കേട്ടാൽ വിധിമുടിയെ പോകുതാ, കൊല നടക്ക് പേര് കേട്ടാൽ എതിരികളിലെ ഓർപ്പടയായിരം, ഇവരിൽ പേരുണ്ട് മുടിയാതെ വിൽബവറായിരം, ഇരുന്താൽ കണ്ട മുഖം താനേ ഇരുമ്പവ് കലപുരത്തെ വരാ, തെലവനത്തെ വരാ. ഇത്രയുള്ളേ ചേട്ടാ, ഇനി പാട്ടൊന്നുമില്ല കേട്ടോ. എടാ ഇത്രയും മതിയടാ, ഇത്രയും തന്നെ ധാരാളം. നീ ഒരു കില്ലേടി തന്നെ. പിന്നല്ലാതെ, ഞാൻ ഒരു കില്ലേടി തന്നെ. ചേട്ടാ പറഞ്ഞ പോലെ അടുത്ത കളക്ഷൻ അങ്ങോട്ട് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ. അത് ശരിയാണല്ലോ, നിന്നോട് അടുത്ത കളക്ഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലേ. എടാ അടുത്ത നമ്മുടെ സെക്കൻഡ് ലൈറ്റ് കേട്ടോ. സെക്കൻഡ് ലൈറ്റോ? സെക്കൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടോ? ഒന്ന് കാണിച്ചേ നോക്കട്ടെ ഞാൻ. ഇതാണോ സെക്കൻഡ് ലൈറ്റ്? എന്റെ അമ്മോ, അടിപൊളി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടല്ലേ ചേട്ടാ. അടിപൊളിയാണല്ലേ ചേട്ടാ ചേട്ടന്റെ കളക്ഷൻസ് ഒക്കെ. ആടാ കുറെ ഡയമണ്ട് ചെലവാക്കി എടുത്ത കോസ്റ്റ്യൂം ഒക്കെ ആടാ. നീ ഇങ്ങനൊന്നും ഗെയിമിലൊന്നും ഡയമണ്ട് ഒന്നും ചെലവാക്കില്ല കേട്ടോ, വെറുതെയാ. ഇപ്പോഴാ എനിക്ക് മനസ്സിലായേ, ഈ ഗെയിമിലൊന്നും വെറുതെ ഡയമണ്ട് കൊണ്ട് കളയല്ലേ. എന്റെ കുറെ പൈസ ഈ ഗെയിം കാരണം പോയി. ഇല്ലേട്ടാ, ഞാനൊന്നും ഈ ഫ്രീ ഫയറിന് വേണ്ടിയിട്ട് പൈസ മുടക്കത്തില്ല. അല്ല, അതിനെവിടുന്ന എന്റെ പൈസ? എന്തായാലും എനിക്ക് പൈസ മുടക്കാനും ഇല്ല, ഞാൻ മുടക്കത്തും ഇല്ല. ചേട്ടാ ഇനി മുതൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കളിക്കണേ. അതെന്ത് ചോദ്യമാടാ? ഇത്ര നല്ല പാട്ടൊക്കെ നീ എനിക്ക് പാടി തന്നല്ലേ, പിന്നെ നിന്റെ കൂടെ കളിക്കാതെ ആരുടെ കൂടെ കളിക്കാനേ ഞാൻ? താങ്ക് യു ചേട്ടാ, ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ ആദ്യമായിട്ട് ഈ ഒരു ഗെയിമിൽ നിന്ന് എനിക്ക് കിട്ടുന്നേ. എന്നാ ശരി ചേട്ടാ, ഞാൻ എന്നാ അങ്ങോട്ട് പോവാണേ. എനിക്ക് റേഷൻ കട വരെ ഒന്ന് പോണം. പോയിട്ട് വന്നിട്ട് ഞാൻ വിളിക്കാം ചേട്ടനെ. അപ്പൊ എന്റെ കൂടെ ഒന്ന് കളിക്കാൻ വരണേ. ശരി എന്നാ. ഓക്കേടാ.